നമസ്കാരം. 2026 നാം ജീവിക്കുമ്പോൾ ലോകം സാമ്പത്തികമായി വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് അത് കേവലം പണം സമ്പാദിക്കൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ സമയത്തിന്മേൽ നമുക്ക് പൂർണ്ണമായ അധികാരം ലഭിക്കുന്ന അവസ്ഥയാണ്. മാസം തോറുമുള്ള ശമ്പളത്തിന് കാത്തു നിൽക്കാതെ, അപ്രതീക്ഷിതമായ ചെലവുകളെ ഭയപ്പെടാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇതിനായുള്ള ആദ്യ പടി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൃത്യമായി നിശ്ചയിക്കുക എന്നതാണ്. മക്കളുടെ വിവാഹം, മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം, അല്ലെങ്കിൽ 45-ാം വയസ്സിൽ നിങ്ങൾ ജോലിയിൽ നിന്ന് വിരമിക്കുന്നത്, ഇങ്ങനെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പണപ്പെരുപ്പം നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ മൂല്യം കുറയ്ക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക അവബോധം ഒരു കവചമായി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണം. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ യാത്രയിൽ ശരിയായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. നിക്ഷേപങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് നാം നമ്മുടെ സാമ്പത്തിക അടിത്തറ അത് ശക്തമാക്കേണ്ടതുണ്ട്. പലരും ചെയ്യുന്ന ഒരു വലിയ തെറ്റ്, വലിയ വരുമാനമുണ്ടെങ്കിലും അത് എങ്ങോട്ട് പോകുന്നുവെന്ന് കൃത്യമായി അറിയുന്നില്ല. ഈ കാലഘട്ടത്തിലെ സാങ്കേതികവിദ്യ കൃത്യമായി ഉപയോഗപ്പെടുത്തി ഓരോ രൂപയുടെയും ചെലവ് ട്രാക്ക് ചെയ്യണം. ഇതിനായി ഡിജിറ്റൽ ബജറ്റിംഗ് ടൂളുകൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, മാസം 60,000 രൂപ വരുമാനമുള്ള ഒരാൾ 15,000 രൂപ അനാവശ്യമായി, അതായത് ലക്ഷറി ചെലവുകൾക്കായിട്ട് കളയുന്നുണ്ടെങ്കിൽ അത് 10 വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നിക്ഷേപ ലോകത്ത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വരുമാനവും ചെലവും അത് തമ്മിലുള്ള അന്തരം അത് കൃത്യമായി മനസ്സിലാക്കി ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കൃത്യമായി തയ്യാറാക്കുക എന്നതാണ് ആദ്യത്തെ പടി. ഇതാ നിങ്ങളുടെ സമ്പാദ്യത്തെ വളർത്താനായിട്ട് സഹായിക്കുന്ന ഒരു മികച്ച നിക്ഷേപ അവസരത്തെക്കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നോക്കിയാൽ ഓരോ വർഷം ചെല്ലും തോറും ചിലവുകൾ ഇപ്പോൾ കൂടി വരികയാണ്. അപ്പോൾ നമ്മളൊരു 10-15 വർഷമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇന്ന് ജീവിച്ച പോലെ ജീവിക്കാൻ ഇന്നത്തേക്കാൾ 10 മടങ്ങ് പണം നമുക്ക് ആവശ്യമായി വേണ്ടി വരും. കാരണം ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ 5 മുതൽ 6% അപ്പോൾ അതിനെയും മറികടക്കുന്ന രീതിയിൽ പണം വളർത്തുക എന്നത് അത് മാത്രമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനായിട്ട് നമുക്ക് മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത്. അതിന് പറ്റിയ മാർക്കറ്റ് നിക്ഷേപങ്ങളാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിലും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയാൽ മാർക്കറ്റ് വലിയ രീതിയിൽ അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന പദ്ധതികൾ നമ്മളെങ്കിലും പ്രായോഗികമായിട്ട് നടപ്പിലാക്കുന്നവർ വളരെ ചുരുക്കമാണ്. നമ്മുടെ വരുമാനത്തിൻ്റെ പകുതി ഭാഗം, അതായത് 50% വീട്ടുവാടക, അതുപോലെ നമ്മുടെ പലചരക്ക് സാധനങ്ങൾ, വൈദ്യുതി ബില്ല് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾ ആദ്യമേ മാറ്റിവെക്കണം. ഇനി ബാക്കി 30% അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള വിനോദങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുക. എന്നാൽ ബാക്കിയുള്ള 20% അത് മറ്റെന്തിനു മുമ്പ് തന്നെ നിക്ഷേപത്തിലേക്കും അതോടൊപ്പം തന്നെ സമ്പാദ്യത്തിലേക്കും മാറ്റണം. ഈ പണം കയ്യിൽ വരുമ്പോൾ തന്നെ ഈ 20% മാറ്റിവെക്കുന്ന ശീലം വളർത്തിയെടുത്താൽ മാത്രമേ ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പത്ത് സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി സാമ്പത്തിക പ്ലാനിങ്ങിൽ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒന്നാണ് എമർജൻസി ഫണ്ട്. ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ എന്നാണ് പറയുന്നത്. പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന രോഗാവസ്ഥകൾ, അല്ലെങ്കിൽ നമ്മുടെ ജോലി നഷ്ടം നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള സമ്പാദ്യത്തെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ചുരുങ്ങിയത് 6 മാസത്തെ നിങ്ങളുടെ ആകെ ചിലവിനുള്ള തുക അത് ലിക്വിഡ് ക്യാഷ് ആയിട്ട് നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക. ഇനി ഒരു FD ആയോ അല്ലെങ്കിൽ പെട്ടെന്ന് പിൻവലിക്കാൻ കഴിയുന്ന സേവിങ്സ് അക്കൗണ്ടിലോ നിങ്ങൾ ആ തുക നിക്ഷേപിക്കണം. ഇത് ഒരു FD ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പിൻവലിക്കാൻ കഴിയുന്ന സേവിങ്സ് അക്കൗണ്ടിലോ നിങ്ങൾ മാറ്റിവെക്കണം. ഇതിനൊപ്പം തന്നെ കുടുംബത്തിലെ വരുമാനമുള്ള വ്യക്തിക്ക് നിർബന്ധമായിട്ടും ടേം ഇൻഷുറൻസും അതുപോലെ എല്ലാവർക്കും കൂടി ഒരു നല്ല മികച്ച ഹെൽത്ത് ഇൻഷുറൻസും ഉറപ്പാക്കണം. ആശുപത്രി ചിലവുകൾക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ വിൽക്കേണ്ടി വരുന്നത് അത് തീർച്ചയായിട്ടും സാമ്പത്തിക തകർച്ചയുടെ ഒരു തുടക്കമാണ്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് കടങ്ങൾ അല്ലെങ്കിൽ ലോണുകളൊക്കെ. ഈ കടങ്ങൾ അഥവാ ലോണുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ ഏറെ നിർണായകമാണ്. ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്ന ഓഫറുകളിലൊക്കെ തന്നെ വീഴാതെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഉയർന്ന പലിശയുള്ള ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികകളും പേഴ്സണൽ ലോണുകളും ഒക്കെ തന്നെ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കുക. ഉയർന്ന പലിശയുള്ള ലോണുകൾ ആദ്യം തന്നെ അടച്ചു തീർക്കുന്നത് അതുവഴി നിങ്ങൾക്ക് വലിയൊരു തുക പലിശ ഇനത്തിൽ തന്നെ ലാഭിക്കാൻ സാധിക്കുന്നതാണ്. അനാവശ്യമായ ലോണുകൾ എടുത്ത് ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങുന്നത് 2026 സാമ്പത്തിക വിപണിയിൽ വലിയൊരു കെണിയാണെന്ന് നിങ്ങളെല്ലാവരും തിരിച്ചറിയണം. ഇനി നിക്ഷേപത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രധാനമായിട്ടും കോമ്പൗണ്ടിങ്, ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് പണം പണിയെടുത്ത് സ്വയം പണം സമ്പാദിക്കുന്ന ഒരു പ്രക്രിയയാണിത്. അതായത് നമ്മൾ ആ പണത്തെ കൊണ്ട് പണിയെടുപ്പിക്കണം. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ 20-ാം വയസ്സിൽ മാസം ഒരു 2,000 രൂപ നിക്ഷേപിക്കാൻ തുടങ്ങിയാൽ ലഭിക്കുന്ന റിട്ടേൺ അത് 35-ാം വയസ്സിൽ 10,000 രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലായിരിക്കുമെന്ന കാര്യം ഓർക്കണം. ഇവിടെ
സമയം അത് ഈ പണത്തേക്കാൾ മൂല്യമുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് എത്ര ചെറിയ തുകയാണെങ്കിലും ഉടൻ തന്നെ നിക്ഷേപം നിങ്ങൾ ആരംഭിക്കുക. നിക്ഷേപിച്ച തുകയിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും വീണ്ടും നിക്ഷേപിക്കുന്നതിലൂടെയാണ് വലിയൊരു സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുക. ഈ 2026 വർഷം നമ്മൾ നോക്കുമ്പോൾ നിക്ഷേപ ലോകം കേവലം ബാങ്ക് ഡെപ്പോസിറ്റുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. കാരണം പണപ്പെരുപ്പം, ഇൻഫ്ലേഷനെ വെല്ലുന്ന രീതിയിൽ ലാഭം തരുന്ന മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഡെക്സ് ഫണ്ടുകൾ എന്നിവയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇക്വിറ്റി മാർക്കറ്റിലെ ചെറിയ കയറ്റിറക്കങ്ങളെയൊക്കെ തന്നെ ഭയപ്പെടാതെ SIP വഴിയൊക്കെ നിക്ഷേപം തുടരുന്നത് ദീർഘകാലത്തേക്ക് ഗുണകരമാണ്. ഇതിന് പുറമെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകൾ, റീറ്റ്സ്, ഡിജിറ്റൽ ഗോൾഡ് തുടങ്ങിയ ആധുനിക നിക്ഷേപ രീതികളും പോർട്ട്ഫോളിയോ ആയിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഡൈവേഴ്സിഫിക്കേഷൻ വഴി നിങ്ങളുടെ നിക്ഷേപത്തിലെ റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, നിങ്ങളുടെ വരുമാനത്തിൻ്റെ ആ ഒരു സ്രോതസ്സിനെ മാത്രം ആശ്രയിക്കുന്നത് ഇന്ന് വലിയ റിസ്ക്കാണ്. അതുകൊണ്ട് ഒന്നിലധികം വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങൾ ഉടൻ തന്നെ കണ്ടെത്തണം. നിങ്ങളുടെ പ്രധാന ജോലിക്ക് പുറമേ ആയിട്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രീലാൻസ് വർക്കുകൾ, കൺസൾട്ടിങ് അല്ലെങ്കിൽ ഓൺലൈൻ അസറ്റുകൾ, ഇവയിലൂടെ അധിക വരുമാനം കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. കാരണം ഇവിടെ ഉറങ്ങുമ്പോഴും വരുമാനം ലഭിക്കുന്ന പാസീവ് ഇൻകം ഇത്തരം രീതിയിലൂടെ നിങ്ങൾക്ക് വികസിപ്പിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ലാഭം തരുന്ന ഓഹരികളിൽ നിന്ന് ഡിവിഡൻഡ് നേടുകയോ ചെയ്യുന്നതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഈ അധിക വരുമാനം അത് നേരിട്ട് നിക്ഷേപത്തിലേക്ക് മാറ്റുന്നത് വഴി തീർച്ചയായിട്ടും സാമ്പത്തിക സ്വാതന്ത്ര്യം വളരെ വേഗത്തിൽ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. ജീവിതശൈലിയിലെ ലാളിത്യം അതാണ് പ്രധാനപ്പെട്ടത്. അത് തീർച്ചയായിട്ടും നിങ്ങളെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഒരു എളുപ്പ വഴിയാണ്. അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അധിക ചെലവുകൾ അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ലൈഫ് സ്റ്റൈൽ ക്രീപ്പ് എന്ന ഈ അവസ്ഥയിൽ പെടാതെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അതായത് വരുമാനം കൂടുമ്പോൾ അതിനനുസരിച്ച് ചെലവുകളും വർദ്ധിപ്പിക്കരുത്. ഉയർന്ന ശമ്പളമൊക്കെ തന്നെ കിട്ടുമ്പോഴും പഴയ ചെലവുകൾ അത് നിലനിർത്താനായിട്ട് സാധിച്ചാൽ ബാക്കി വരുന്ന വലിയൊരു തുക അത് നിങ്ങൾക്ക് നിക്ഷേപത്തിലേക്ക് മാറ്റാം. ഇത് നിങ്ങളുടെ സമ്പത്ത് ഇരട്ടിയാക്കാൻ നിങ്ങളെ ഏറെ സഹായിക്കും. അതായത് വില കൂടിയ വസ്തുക്കൾ, പ്രധാനമായും കാറുകളെക്കാളും ഒക്കെ തന്നെ ഗഡ്ജറ്റുകളെക്കാളും ഒക്കെ തന്നെ സമാധാനപരമായിട്ടുള്ള ഭാവിക്ക് നിങ്ങളെല്ലാവരും മുൻഗണന നൽകുക. ഇനി അടുത്തതായിട്ട് നികുതി ആസൂത്രണം, ടാക്സ് പ്ലാനിങ്, അത് സാമ്പത്തിക പ്ലാനിങ്ങിലെ മറ്റൊരു പ്രധാന ഘടകമാണ്. നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതിനേക്കാൾ എത്ര തുക കൈവശം വയ്ക്കുന്നു എന്നതാണ് വളരെ പ്രധാനം. ഇൻകം ടാക്സ് നിയമങ്ങളൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കി സെക്ഷൻ 80C, 80D തുടങ്ങിയവയൊക്കെ പ്രകാരം ലഭ്യമായ ടാക്സ് ഇളവുകൾ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. PPF, NPS തുടങ്ങിയ സർക്കാർ പദ്ധതികൾ ടാക്സ് ലഭിക്കുന്നതിനൊപ്പം തന്നെ സുരക്ഷിതമായിട്ടുള്ള റിട്ടേൺസും നൽകുന്നുണ്ട്. വർഷാവസാനം ടാക്സ് പ്ലാൻ ചെയ്യുന്നതിന് പകരം സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിനായിട്ട് പദ്ധതികൾ കൃത്യമായി തയ്യാറാക്കുക. സാമ്പത്തിക വിജ്ഞാനം എന്നത് നിർത്താതെയുള്ള ഒരു പഠന പ്രക്രിയ തന്നെയാണെന്ന് മനസ്സിലാക്കുക. വിപണിയിലെ മാറ്റങ്ങളെക്കുറിച്ചും പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും ഒക്കെ തന്നെ നിരന്തരം വായിക്കുകയും പഠിക്കുകയും അറിയുകയും അത് കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ കൃത്യമായി നിങ്ങളെ പാകപ്പെടുത്തുക. കാരണം വീഴ്ചകൾ ഉണ്ടായാലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറരുത്. ഈ 2026 നിങ്ങൾ എടുക്കുന്ന ചെറിയ ചുവടുവയ്പ്പുകൾ അത് തീർച്ചയായിട്ടും വരും തലമുറയുടെ കൂടി ഒരു സുരക്ഷിതത്വത്തിനുള്ള അടിത്തറയാണ്. കാരണം കൃത്യമായ പ്ലാനിങ്ങും ക്ഷമയും ഉണ്ടെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് നിശ്ചയമായിട്ടാലും മതി. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.